ഞാൻ ആദ്യമേ തന്നെ താങ്ക് യു പറഞ്ഞു. അപ്പം നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഈ നെഗറ്റീവ് പറയുന്നവർ എന്നും പറഞ്ഞുകൊണ്ടിരിക്കും, അതിനൊരു മാറ്റം. ചിലപ്പോൾ അന്നത്തെ ദിവസം ഞാനായിരിക്കും മെയിൻ ടോപ്പിക്കിലെ ഒളിച്ചു, അതായിരിക്കും മെയിൻ ഹെഡ്ലൈൻ, അവിടുത്തെ ഏരിയയിൽ അതായിരിക്കും ഹെഡ്ലൈൻ. അത് കഴിഞ്ഞ് ഞാൻ ഫിജിക്കാർഡിൽ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യുമ്പോൾ എന്തായിരിക്കും അടുത്ത ഹെഡ്ലൈൻ, പ്രിയ ഭയങ്കര സംഭവമായി, ഓള് അങ്ങനെ ഫിജിക്കാർഡിൽ സേഫ്റ്റി മാനേജറായി, ഓക്ക് ഇത്രയും കിട്ടി അത്ര, അത് അടുത്ത ടോപ്പിക്കാവും. ഇങ്ങനെ ഓരോ ദിവസവും അവർ പുതിയ പുതിയ ടോപ്പിക്കുകളിലേക്ക് പോകും. പക്ഷേ ഒരു മാറ്റം ഉണ്ടാവില്ല അവർക്ക് എന്നുള്ളതാണ്. ഈ പറയുന്നവരെന്നും ആ കോലായിലോ അല്ലെങ്കിൽ മരച്ചോട്ടിലോ ഇരുന്ന് ഇങ്ങനെ നെഗറ്റീവ് പറയുന്നല്ലാതെ അവരുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി അവരൊന്നും ചെയ്യില്ല. പക്ഷെ അത് കേട്ടിട്ട് നമ്മളാണ് അങ്ങനെ ചെയ്യുന്നെങ്കിലോ നമുക്കും ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ നെഗറ്റീവ്സുകളെ ഇതിൽ കൂടെ കേൾക്കുക, അപ്പുറത്ത് കൂടെ വിടുക. എന്നിട്ട് ഇവിടെ ഒരു സാധനം ഉണ്ടല്ലേ നമുക്ക് ചെയ്യണം എന്നുള്ളൊരു സാധനം, ആ സാധനം ഉണ്ടെങ്കിൽ അത് ഏറ്റെടുത്ത് ആത്മാർത്ഥമായിട്ട് ചെയ്യാം. എന്താ പറയുക, ചെയ്യുന്ന കാര്യത്തിൽ പച്ചവെള്ളം ചേർക്കാതെ ചെയ്യാമെന്ന് ഞങ്ങൾ ലീഡേഴ്സ് പറയാറുണ്ട്. അതുപോലെ ചെയ്യുക. ഇന്ന് ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്നുണ്ടെങ്കിൽ നാളെ നിങ്ങൾ ഓരോരുത്തർക്കും ഈ സ്റ്റേജിൽ വരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അതിലുപരി എൻ്റെ ടീമിൽ തന്നെ ഇപ്പം നിങ്ങൾക്ക് എന്താണ് ഫിജിക്കാട്ട്, അല്ലെങ്കിൽ ഒരു ഷോർട്ടായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ബബിത മേഡം എൻ്റെ ടീമിലുള്ളൊരു വ്യക്തിയാണ്, അതുപോലെ തന്നെ നിതിൻ സാറുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇതിൽ വന്നിട്ടാണ് പരിചയപ്പെട്ടത്. ഇന്ന് ബബിത എന്ന് പറയുന്ന വ്യക്തി എൻ്റെ സ്വന്തം സിസ്റ്ററെ പോലെയും, നിതിൻ മനോഹർ എന്ന് പറയുന്നത് എൻ്റെ സ്വന്തം ബ്രദറെ പോലെ. എവിടെ പോയാലും ബ്രദർ വന്നില്ലേ സിസ്റ്റർ വന്നില്ലെന്ന്, പക്ഷെ ഞങ്ങൾ ഒറിജിനൽ സിസ്റ്റേഴ്സ് ആണെന്ന് പോലും ഇല്ല. പക്ഷേ ഇന്ന് ഞങ്ങൾ ആ രീതിയിലേക്ക് മാറിയത് ഫിജിക്കാർഡിലാണ്. അപ്പോൾ ഒരുപാട് ബന്ധങ്ങൾ നമുക്ക് ഫിജിക്കാർഡിലൂടെ കിട്ടുന്നുണ്ട്. അതിലുപരി ഇപ്പോൾ ഞാനും ബബിത മേഡവും നിതിൻ സാറും ഒരു ട്രഡീഷണൽ ബിസിനസ് ചെയ്യാമെന്ന് വിചാരിക്കാം, ഒരു തുണി ഷോപ്പ് ഇട്ടെന്ന് വിചാരിക്കാം. ബബിത മാഡത്തിൻ്റെ കടയിൽ എന്തുണ്ട്, നല്ല നല്ല കളക്ഷൻ ഉണ്ട്. നിതിൻ സാറിൻ്റെ കടയിലും അതുപോലെ നല്ല നല്ല കളക്ഷൻ ഉണ്ട്. ഈ കളക്ഷൻസ് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ ചിന്തിക്കുന്നുണ്ട്, ഇവളന്മാർ രണ്ടും എൻ്റെ മുന്നിൽ വന്ന് കടയിട്ടിട്ട് ഭയങ്കര കളക്ഷനാണ്, അവിടെ ഭയങ്കര കച്ചവടമാണ്, ഇവരെങ്ങനെ പൂട്ടിക്കാം അല്ലേ, ബബിതനെ എങ്ങനെ വീഴ്ത്താം, നിതിനെ എങ്ങനെ വീഴ്ത്താം, ഇതായിരിക്കും എൻ്റെ മൈൻഡിൽ ഉണ്ടാകുന്നൊരു കാര്യം. പക്ഷേ ഫിജിക്കാർഡിലാകുമ്പോൾ എന്തായിരിക്കും, ബബിതനെ എങ്ങനെ DSMക്ക് ആവാം, അല്ലെങ്കിൽ ബബിതനെ എങ്ങനെ NSTM പഠിപ്പിക്കാം, നിതിൻ മനോഹറിനെ എങ്ങനെ NSTM പഠിപ്പിക്കാം എന്നായിരിക്കും ഞാൻ ചിന്തിക്കുക. എന്തുകൊണ്ടാ, ഒരു 10 ലക്ഷം വാങ്ങിയാലും അല്ലെങ്കിൽ ഒരു 5 ലക്ഷം വാങ്ങിയാലും എനിക്കൊന്നും കിട്ടില്ല, അങ്ങനെയാണോ? അല്ല, ഒരു വാങ്ങുന്നുണ്ടെങ്കിൽ എന്താണ്, എനിക്കും അതിൽ പങ്കുണ്ട് എന്നുള്ളതാണ്. അപ്പം നമ്മളെ വിശ്വസിച്ച് വന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടോപ്പിലേക്ക് എത്തിക്കും തോറും നമ്മളും അതിനോടൊപ്പം വളരും എന്നുള്ളതാണ്. എനിക്ക് അഭിമാനമാണ്. കാരണം ഇന്ന് എൻ്റെ ഡൗൺലൈൻസ് ആയിട്ടുള്ള ലീഡേഴ്സ് പോലും എന്നെക്കാളും ഉയർന്ന റാങ്കിലാണ് നിൽക്കുന്നത്. ആളിന്ന് DSM ആണ്, നിതിൻ സാറ് DSTM ആണ്. ഇന്ന് അവർ ആ റാങ്കിൽ എത്തുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരാളുടെ കഴിവോ അല്ലെങ്കിൽ അവർ ഒരു ടീം വർക്ക് ആയിട്ടാണ് അവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പറയുന്ന ഒരാളുകൾ ആദ്യം കയറിയവർക്ക് എന്തുണ്ട്, ബെനിഫിറ്റ് ഉണ്ട്, പിന്നെ കയറിയവർക്ക് ഒന്നുമില്ല. അങ്ങനെയാണോ? എത്രയോ ആളുകൾ ഇപ്പം കയറിയിട്ട് പോലും പെട്ടെന്ന് സെയിൽസ് മാനേജർ എന്ന് പറയുന്ന ഈ 3ാമത്തെ റാങ്കിൽ എത്തിയിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ടീം വർക്കിലൂടെ നേടാൻ പറ്റുന്ന ഒന്നാണ്. ഇപ്പോൾ ഈ ഹാളിൽ ഇരിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരാൾ ഈ ഹാളിൽ കൊണ്ടുവന്നിട്ടുണ്ടാവും, ജസ്റ്റ് നിങ്ങൾ അവരൊന്ന് മുഖത്തേക്കൊന്ന് നോക്കുക, നിങ്ങളെ ചതിക്കാനാണോ കൊണ്ടുവന്നത്. പുഞ്ചിരിച്ചുകൊണ്ട് നമ്മൾ പറയുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് അത്രത്തോളം പവർഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ് ഫിജിക്കാർഡ്.com എന്ന് പറയുന്നത്. അതിൻ്റെ